ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ചാറ്റ്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നോളജ് ഇസ് പവർ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എഴുതിയിട്ടുള്ളത് യുവൽ നോഹ ഹരാരിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഇസ്രായേലി ഫിലോസഫറാണ്, ഹിസ്റ്റോറിയനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഈ ഒരു വർക്കിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നോളജ് ഇസ് പവർ എന്നുള്ളത് എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. Knowledge is power is an excerpt from Sapiens, a brief history of humankind. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ള വർക്കിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള നോളജ് ഇസ് പവർ. First published in Hebrew in 2011 based on a series of lectures Harari delivered at the Hebrew University of Jerusalem. അദ്ദേഹത്തിൻ്റെ ലെക്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ദിസ് ചാപ്റ്റർ ഡിസ്കസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി. ഒരു ചാപ്റ്റർ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. Harari discusses how all technologies were not developed out of scientific research. Sometimes uneducated craftsmen create new technologies using trial and error methods. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള പല ഇൻവെൻഷൻസ് ആണെങ്കിലും ടെക്നോളജീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം സയൻസിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമായിട്ട് റിസർച്ചിൽ കൂടെയോ സയൻറ്റിഫിക് മെത്തേഡ്സിൽ കൂടെയോ കണ്ടുപിടിച്ചതായിക്കൊള്ളണമെന്നില്ല. ചിലതൊക്കെ സാധാരണക്കാരായ ഏതെങ്കിലും മനുഷ്യരുടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡുകൾ, അതായത് പലതവണ പല രീതിക്ക് പരീക്ഷിച്ച് തെറ്റി അവസാനം ശരിയായ രീതിയിൽ ചെയ്തുകൊണ്ട് അങ്ങനെ അവർ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യർ കണ്ടുപിടിച്ച കാര്യങ്ങളും ആയിരിക്കാം. Today, scientific research and technological development are mainly in the field of defense and wars are scientific productions. അപ്പോൾ ഇന്നത്തെ കാലത്ത് സയൻറ്റിഫിക് റിസർച്ചും അതേപോലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിഫൻസിൻ്റെ ഏരിയയിലും അതേപോലെ വാർസിൻ്റെ ഏരിയയിലും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. Harari analyzes how scientific weapons played a crucial role in deadly world wars. അപ്പോൾ നമുക്കറിയാം ഈ സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസിൻ്റെയും അതേപോലെ അങ്ങനത്തെ ഇൻവെൻഷൻസിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ സയൻറ്റിഫിക് വെപ്പൺസ്, ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം വലിയ റോളാണ് ഈ പറയുന്ന ഡെഡ്ലി ആയിട്ടുള്ള വേൾഡ് വാഴ്സിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലൊക്കെ എത്രത്തോളം ഇതിന് പങ്കുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. Knowledge is power critically evaluates the transformation new technologies and deadly weapons have made in the world. The author sarcastically reminds that most empires in the past did not rise out of technological wizardry. Harari makes it clear that science is not just about offensive weapons, it can be used in defenses as well. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ എന്തുകൂടെ പറയുന്നുണ്ട്, ഇത് ഈ പറയുന്ന ഒഫെൻസീവ് ആയിട്ടുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന വെപ്പൺസ് മാത്രമാണ് ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൂടെയാണ് നമ്മൾ ഡിഫെൻസിന് വേണ്ടി കൂടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടി കൂടി നമ്മളെ സഹായിക്കാൻ ഈ സയൻറ്റിഫിക് ഇൻവെൻഷൻസിന് സാധിക്കുന്നുണ്ട്. Nanotechnology can be utilized as a solution to terrorism, but the author does not feel it wise to develop bionic flies and thought reading scanners in defense. അപ്പോൾ ഈ നാനോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലത്തെ ബയോണിക് ഫ്ലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡിഫെൻസിൻ്റെ മേഖലകളിലൊക്കെ നമ്മൾ ഈ ഒരു സ്പൈ ആയിട്ട് ഈ ഒരു വണ്ടിൻ്റെ പോലെ അല്ലെങ്കിൽ തുമ്പിയുടെ പോലെയൊക്കെ ചെറിയ സാധനം കണ്ടു കഴിഞ്ഞാൽ ഒരു ഈച്ചയോ അല്ലെങ്കിൽ ഒരു തുമ്പിയൊക്കെ ആണെന്നേ തോന്നുള്ളൂ. പക്ഷെ അതിനകത്ത് റെക്കോർഡ് ചെയ്യാനുള്ള എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മുടെ ശത്രുക്കളുടെ അല്ലെങ്കിൽ ടെററിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാവുന്ന മേഖലകളിലേക്ക് ഇതിനെ പറഞ്ഞു വിടുന്ന ഒരു സിസ്റ്റമാണത്. അപ്പോൾ അത് നമുക്ക് വേണ്ടുന്ന വിവരങ്ങളൊക്കെ ചോർത്തി തരും. അങ്ങനെ അതൊക്കെ നമുക്ക് ഒരു ഡിഫെൻഡ് ചെയ്ത് നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല തോട്ട് റീഡിങ് സ്കാനേഴ്സ്, അതായത് മറ്റുള്ളവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ പാകത്തിനുള്ള സ്കാനേഴ്സും ഇപ്പോൾ ഡെവലപ്ഡായി വന്നിട്ടുണ്ട് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഡിഫെൻസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ റൈറ്റർ അതിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ടും അത് നല്ലൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നും ഇല്ല. ഇനി എന്താ, നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. Most people have a hard time digesting modern science because its mathematical language is difficult for our minds to grasp, and its findings often contradict common sense. അദ്ദേഹം പറയുന്നത് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഈ പറയുന്ന പോലത്തെ മോഡേൺ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ
മോഡേൺ സയൻസിൻ്റെ പല കാര്യങ്ങളും റൂൾസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട്കം ഒന്നും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഡൈജസ്റ്റ് ആവില്ല, ദഹിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു മാത്തമാറ്റിക്കൽ ലാംഗ്വേജ്, അവർ കാര്യങ്ങൾ പറയുന്ന രീതിയും അവരതെങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് ദഹിക്കുന്ന കാര്യമല്ല. മാത്രമല്ല നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്ത രീതിക്കുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള രീതിക്കൊക്കെ ഉള്ള പലതരത്തിലുള്ള ഫൈൻഡിങ്സുമാണ് ഇപ്പോഴത്തെ മോഡേൺ സയൻസിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Out of the 7 billion people in the world, how many really understand quantum mechanics, cell biology or macroeconomics? അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്സ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കുകളാണ് ക്വാണ്ടം മെക്കാനിക്സ്, സെൽ ബയോളജി ഓർ മാക്രോ എക്കണോമിക്സ് ഒക്കെ. അപ്പോൾ നമ്മളിൽ എത്ര പേർക്ക്, ഇത്രയും മില്യൺസ് ഓഫ് പീപ്പിളുള്ള ഈ ഒരു വേൾഡിനകത്ത് എത്ര പേർക്ക് ഇതൊക്കെ എന്താണ് എന്നുള്ളത് അറിയാമെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. Science, nevertheless, enjoys immense prestige because of the new powers it gives us. Presidents and generals may not understand nuclear physics, but they have a good grasp of what nuclear bombs can do. അപ്പോൾ ഈ പറയുന്ന പോലെ പ്രസിഡൻസും ജനറൽസും അങ്ങനത്തെ ഒരു തലപ്പത്തിരിക്കുന്ന രാജ്യത്തിൻ്റെയും അതേപോലെ ആർമിയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന പല ആളുകൾക്കും ഈ പറയുന്ന പോലത്തെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറികളൊന്നും അറിയേണ്ടാവില്ല. പക്ഷെ അവർക്ക് എന്തറിയാം? ഗുഡ് ഗ്രാസ്പ് ഓഫ് വാട്ട് ന്യൂക്ലിയർ ബോംബ്സ് ക്യാൻ ഡു. ന്യൂക്ലിയർ ഫിസിക്സ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ ബോംബ് എന്താണെന്നുള്ളതും അതുകൊണ്ട് എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും നല്ല ബോധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതിൻ്റെ തിയറട്ടിക്കൽ ആയിട്ടുള്ള വശങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എങ്ങനെ യുദ്ധത്തിൽ നാശം വിതയ്ക്കാം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് നല്ല വിവരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. In 1620, Francis Bacon published a scientific manifesto titled The New Instrument. ഫ്രാൻസിസ് ബേക്കറിൻ്റെ ഒരു സയൻറ്റിഫിക് മാനിഫെസ്റ്റോൻ്റെ പേരാണ് ദ ന്യൂ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത്. ഇൻ ഇറ്റ് ഹി ആർഗ്യൂഡ് ദാറ്റ് നോളജ് ഈസ് പവർ. അപ്പം അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് നോളജ് ഈസ് പവർ എന്നുള്ളത്. അപ്പം എവിടെ നിന്നാണ് ഈ ടൈറ്റിൽ വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. The real test of knowledge is not whether it is true, but whether it empowers us. അപ്പോൾ നോളജിനെ കൊണ്ട് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ നോളജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് എന്നില്ല, മറിച്ച് എന്താണ് അത് നമ്മളെ എംപവർ ചെയ്യുന്നതായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതി ഒരു പുരോഗമനമൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ളതായിരിക്കണം, അല്ലാണ്ട് അത് ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ട്രൂത്ത് ആയിരിക്കണം എന്നൊന്നുമില്ല. സയൻറ്റിസ്റ്റ് യൂഷ്വലി അസ്യൂം ദാറ്റ് നോ തിയറി ഈസ് 100% കറക്റ്റ്. അപ്പോൾ സാധാരണ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്ത് പറയാറുണ്ട്? ഒരു തിയറികളും, ഞങ്ങൾ തന്നെ പറയുന്നതാണെങ്കിലും ഒരു തിയറികളും 100% ശരിയൊന്നുമല്ല. Consequently, truth is a poor test for knowledge. The real test is utility. ട്രൂത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പുവർ ടെസ്റ്റ് ഫോർ നോളജ്. ദ റിയൽ ടെസ്റ്റ് ഈസ് യൂട്ടിലിറ്റി. നോളജിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ട്രൂത്ത് എന്ന് പറയുന്ന കാര്യം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ്? യൂട്ടിലിറ്റിക്കാണ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗമനം കൊണ്ടുവരാനോ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യം ചെയ്യാനോ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നോളജായിട്ട് കൺസിഡർ ചെയ്യാന്നല്ലാതെ സത്യമായിരിക്കണം അല്ലെങ്കിൽ 100% കറക്റ്റ് ആയിരിക്കണം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. എ തിയറി ദാറ്റ് എനേബിൾസ് അസ് ടു ഡു ന്യൂ തിങ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് നോളജ്. അപ്പം നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നത് എന്തോ അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ പറയുന്നത്. Over the centuries, science has offered us many new tools. അപ്പം വർഷങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പല പല മേഖലകളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സയൻസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സം ആർ മെന്റൽ ടൂൾസ്. ചിലത് എന്താണ്? മെന്റൽ ടൂൾസ് ആണ്, മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നുണ്ട്, സച്ച് ആസ് ദോസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഡെത്ത് റേറ്റ്സ് ആൻഡ് എക്കോണമിക് ഗ്രോത്ത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഇന്നത്തെ കാലത്ത് ഇത്രയാണ് ഡെത്ത് റേറ്റ് എന്നുണ്ടെങ്കിൽ 10 വർഷത്തിൽ അത് ഇങ്ങനെയായിട്ട് കൂടും, അല്ലെങ്കിൽ എക്കോണമിക് ഗ്രോത്ത് സാമ്പത്തിക വളർച്ച ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്, ഒരു 5 വർഷം കൊണ്ട് അത് ഇങ്ങനെ കൂടും അല്ലെങ്കിൽ കുറയും എന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ മെന്റൽ ടൂൾസിന്റെ കാറ്റഗറിയിൽ അദ്ദേഹം പെടുത്തുന്നുണ്ട്. ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ആർ ടെക്നോളജിക്കൽ ടൂൾസ്. മെന്റൽ ടൂൾസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ടെക്നോളജിക്കൽ ടൂൾസ് ആണ്. The connection forged between science and technology is so strong that today people tend to confuse the two. അപ്പോൾ ഈ പറഞ്ഞ സയൻസും ടെക്നോളജിയും ഭയങ്കര ഇന്റർറിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. സാധാരണ ഇപ്പോൾ ആളുകൾക്ക് ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസറാണ്, ഇത് ഏതാണ് എന്ന് പോലും അറിയാതെ രണ്ടും കൂടി മിക്സ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ ആളുകൾക്കുള്ളത്.
We often think that it is impossible to develop new technologies without scientific research, and that there is little point in research if it does not result in new technologies. എന്തെങ്കിലും കാര്യമായിട്ട് പുതിയൊരു ടെക്നോളജി തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു റിസർച്ച് കൊണ്ട് ഒരു കാര്യമില്ല എന്നൊരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ളത്. എന്തെങ്കിലും കാര്യമായിട്ട് റിസർച്ച് ചെയ്യുകയാണോ, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം? ഒരു പുതിയൊരു ടെക്നോളജി, ഒരു ഹെൽപ്ഫുൾ ആയിട്ട് മനുഷ്യന്മാർക്കൊരു സഹായമാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ റിസർച്ചിന് നിൽക്കണ്ട എന്നുള്ളൊരു മനോഭാവമാണ് ഇപ്പോൾ ഉള്ളത്. In fact, the relationship between science and technology is a very recent phenomenon. Prior to 1500, science and technology were totally separate fields. When Bacon connected the two in the early 17th century, it was a revolutionary idea. അപ്പോൾ ആദ്യമൊക്കെ ഇത് രണ്ടിനെയും രണ്ടാക്കി തന്നെയാണ് കണ്ടിരുന്നത്, സയൻസിനെയും ടെക്നോളജീനെയും. പിന്നീട് ബേക്കൺ ആണ് ഇതിന് രണ്ടിനും തമ്മിലൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. During the 17th and 18th centuries, this relationship tightened, but the knot was tied only in the 19th century. 18th century 17th സെഞ്ചുറിയും അതുപോലെ അവസാനം 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴേക്കും അതിൻ്റെ റിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാറുകയുണ്ടായി. Even in 1800, most rulers who wanted a strong army and most business magnates who wanted a successful business did not bother to finance research in physics, biology or economics. അപ്പോൾ അതിനുശേഷം ഒരു 1800 ഒക്കെ ആയ കാലഘട്ടത്തിലേക്കും എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ ബിസിനസ് മാഗ്നറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടൊരു ആർമി കൂടെ വേണം എന്നുള്ള ടീമുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, നല്ലോണം പണം ഇറക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഫിസിക്സിലും ബയോളജിയിലും എക്കണോമിക്സിലും ഒക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം പണം ഇറക്കാൻ തുടങ്ങും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവർക്ക് സപ്പോർട്ടീവായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പുരോഗമനം ഉണ്ടാക്കുന്നത്, അതായത് ബിസിനസ്സുകാർക്കും അതേപോലെ ആർമിക്കുമൊക്കെ ഹെൽപ്ഫുൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അതിന് വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി നല്ലോണം പണം ഇറക്കാനായിട്ട് അവർ തയ്യാറാവാൻ തുടങ്ങി. I don't mean to claim that there is no exception to this rule. A good historian can find precedent for everything, but an even better historian knows when these precedents are but curiosities that cloud the big picture. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു നല്ല ഹിസ്റ്റോറിയനെ സംബന്ധിച്ച് നമ്മൾ മുൻകൂടായിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു ഹിസ്റ്റോറിയൻ ആണെന്നുണ്ടെങ്കിൽ അതുവരെയുള്ള ഹിസ്റ്ററിയുടെ അറിവ് വെച്ചിട്ട് എന്ത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം നടക്കാൻ പോകുന്നതിന് മുൻകൂട്ടിയിട്ട് അല്ലെങ്കിൽ മുൻകൂറായിട്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ കുറച്ചും കൂടി നല്ല ഹിസ്റ്റോറിയൻ ആണെന്നുണ്ടെങ്കിൽ ആ മുൻകൂറായിട്ട് ഇങ്ങനെ സംഭവം നടക്കും എന്നറിയാൻ മാത്രമല്ല അത് എപ്പോൾ നടക്കും എന്നുള്ളത് കൂടെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Generally speaking, most pre-modern rulers and business people did not finance research about the nature of the universe in order to develop new technologies, and most thinkers did not try to translate their findings into technological gadgets. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീ മോഡേൺ റൂളേഴ്സൊക്കെ അവരൊരിക്കലും ഈ പറയുന്ന നേച്ചർ, യൂണിവേഴ്സിൻ്റെ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച്, അല്ലെങ്കിൽ പ്രകൃതിയിനോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചൊക്കെ ആണെങ്കിൽ അതിനൊന്നും കാര്യമായിട്ട് പണം ഇറക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മോസ്റ്റ് തിങ്കേഴ്സ് ഡിഡ് നോട്ട് ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദെയർ ഫൈൻഡിങ്സ് ഇൻ ടു ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ്. ചിന്തകന്മാരൊന്നും അവരുടെ ചിന്തകളൊന്നും നല്ല രീതിയിൽ അവർ എന്താണോ ചിന്തിച്ചത് അത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്തൊരു പുതിയ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ് ആക്കി മാറ്റാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. റൂളേഴ്സ് ഫിനാൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് whose mandate was to spread traditional knowledge for the purpose of buttressing the existing order. അപ്പോൾ റൂളേഴ്സൊക്കെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവ എന്താണ് ചെയ്യുന്നത്? ട്രഡീഷണൽ നോളജിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ആയിരുന്നു പണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നത്. Here and there, people did develop new technologies, but these were usually created by uneducated craftsmen using trial and error. നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് പലതരത്തിലുള്ള ടെക്നോളജികൾ വന്നതായിട്ട് കാണാം. അപ്പോൾ അത് എല്ലാം ഒന്നും സയൻസിൻ്റെ റിസൾട്ട് അല്ല. പലതും എന്താണ്? അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രയൽ ആൻഡ് എറർ ടെസ്റ്റിൽ കൂടെ അതിൻ്റെ റിസൾട്ടായിട്ട് വന്നതായിരിക്കാം. Not by scholars pursuing systematic scientific research. Cart manufacturers built the same carts from the same materials year in, year out. They did not set aside a percentage of their annual profit in order to research and develop new cart models. അപ്പോൾ കാർട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. കാർട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓരോ കാലം കഴിയുന്നതനുസരിച്ച് മാറി മാറി രൂപാന്തരം സംഭവിച്ചുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നതാണ്. അപ്പോൾ ആദ്യകാലത്ത് കാർട്ട് യൂസ് ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്ന ആളുകൾ ഒരിക്കലും അവരുടെ പ്രോഫിറ്റിൽ, നമ്മൾ ഇന്നത്തെ ബിസിനസ് മാനെ പോലെ അവരുടെ പ്രോഫിറ്റിൽ നിന്നും ഇത്ര എമൗണ്ട്, ഇത്ര പെർസെൻറ്റേജ് മാറ്റി വെച്ച് അടുത്ത വർഷം ബിസിനസ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല അവർ ചെയ്യുന്നുണ്ടായിരുന്നത്.
Car design occasionally improved, but it was usually thanks to the ingenuity of some local carpenter who never set foot in a university and did not even know how to read. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആരോടാണ്? ഒരു സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ ഒന്നും പോയി പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള കാർപ്പൻ്റർമാർക്കാണ്. This was true of the public as well as the private sector, whereas modern states call in their scientists to provide solutions in almost every area of national policy, from energy to health to waste disposal. Ancient kingdoms seldom did so. അപ്പോൾ ഇപ്പോൾ ഏത് മേഖല നോക്കിയാലും അവരൊക്കെയും എന്താ ചെയ്യുന്നത്? സയൻറ്റിസ്റ്റുകളെയാണ് അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് വിളിക്കുന്നത്. ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദെൻ ആൻഡ് നൗ ഇസ് മോസ്റ്റ് പ്രൊനൗൺസ് ഇൻ വെപ്പൺറി. വെപ്പൺ എന്ന് ഉദ്ദേശിക്കുന്നത് വെപ്പൺസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെൻ outgoing president Dwight Eisenhower warned in 1961 of the growing power of the military-industrial complex, he left out a part of the equation. അപ്പോൾ ഡ്വൈറ്റ് എയ്സൻഹോവർ അദ്ദേഹം യു എസിലെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ദൂഷ്യഫലങ്ങളെ കുറിച്ചും കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ പവർ ഗ്രോ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു വാർണിംഗ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനകത്തൊരു കാര്യം വിട്ടുപോയി എന്നാണ് പറയുന്നത്. യു എസിൻ്റെ മേധാവിയായിട്ട് നിന്നിരുന്ന ഒരാളാണ്. അപ്പം അന്ന് അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്നതിനെ കുറിച്ചൊരു വാർണിംഗ് കൊടുത്തതിലൊരു പോയിന്റ് അവർ വിട്ടുപോയി എന്നാണ് നമ്മുടെ ഓഥർ പറയുന്നത്. അതെന്താ? ഹി ഷുഡ് ഹാവ് അലേർട്ടഡ് ഹിസ് കൺട്രി ടു ദ മിലിറ്ററി ഇൻഡസ്ട്രിയൽ സയൻറ്റിഫിക് കോംപ്ലക്സ് ബിക്കോസ് ടുഡേസ് വാർസ് ആർ സയൻറ്റിഫിക് പ്രൊഡക്ഷൻസ്. അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വലിയ വാചാലനായി, പക്ഷെ എന്ത് പറഞ്ഞില്ല എന്നാ പറയുന്നത്? സ്വന്തം രാജ്യത്തോട് അല്ലെങ്കിൽ സ്വന്തം ആളുകളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നതും പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നത്. അവരെ അതിൻ്റെ പേരിലൊന്ന് വോൺ ചെയ്യാനോ അതേപോലെ അവരെ അതിലൊന്ന് അലേർട്ടാക്കി വെക്കാനോ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ വാർ എന്ന് പറയുന്നത് തന്നെ സയൻറ്റിഫിക് പ്രൊഡക്ഷൻസിൻ്റെ റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് എന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. The world's military forces initiate, fund and steer a large part of humanity's scientific research and technological development.